ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. പുതിയ ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടാൻ ഇടയുണ്ട്. പ്രാശേട്ടാ, റെഡിയായിരുന്നോളൂ. അതെന്താണ് പുതിയ പ്രശ്നം? ഇവിടെ വന്ന് കുറച്ചാൽ നിൽക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ചെറിയ ഗ്രാമം, ശാന്തമായൊരിടം എന്നാണ്. അല്ല, ഫാദർ എന്താ ചിരിക്കുന്നത്? ഇതൊക്കെയാണോ പ്രശ്നങ്ങൾ? ഇവിടെ പ്രശ്നങ്ങൾ കുറവല്ലേ? എന്താണിപ്പോൾ പുതുതായി സംഭവിച്ചത്? കുട്ടപ്പായി കാര്യം പറഞ്ഞില്ലല്ലോ. പറയാറായിട്ടില്ല. അണിയറയിൽ പുകയുന്നതേയുള്ളൂ. പറയാം, സമയമാവട്ടെ. ഇതാണ് നിന്റെ കുഴപ്പം. നീ നാടകീയമായി ഓരോന്ന് പറയും, പിന്നെ അത് വെച്ച് ഡിമാൻഡ് കൂട്ടും. കുട്ടപ്പായി പറയൂ. തുടക്കമിട്ടിട്ട് ഞങ്ങളുടെ ആകാംക്ഷ കൂട്ടുന്നത് നല്ലതല്ലല്ലോ. എന്താണ് ഫാദറെ, ഒരു IAS ഫാദറും എൻ്റെ ഒരു വാചകം കൊണ്ട് ടെൻഷനാവുമോ? അപ്പോൾ പ്രശ്നം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് നല്ല ആകാംക്ഷ ഉണ്ടെന്നല്ലേ? നീ എന്താ കുട്ടപ്പായി പറയുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു പറയുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാവില്ലേ? അതിന് IAS തടസ്സമാണോ? കുട്ടപ്പായി, ആകാംക്ഷ മനുഷ്യ സഹജമല്ലേ? അതിന് പദവിയും മറ്റും പ്രശ്നമാണോ? എന്തായാലും കാര്യം പറയൂ. കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ ചന്തമുക്ക് ഗ്രൗണ്ടിൽ 2 ടീമുകളുടെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ഓഹോ, ടീമുകൾ തമ്മിലാണോ പ്രശ്നമുണ്ടായത്? അല്ല, കളിക്കിടയിൽ ചില്ലറ ഒന്നും തള്ളുമൊക്കെ പതിവല്ലേ? അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായി കാണില്ല. ഇന്നലെ കപ്പ്യാര് പോയിരുന്നല്ലോ കളി കാണാൻ. പുള്ളിയൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, സംഗതിയെ നിസ്സാരമായി കാണാനുള്ള ശ്രമമാണ് 2 പേർക്കും. എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ കരുതിക്കോളൂ. നീ പിണങ്ങാതെ കുട്ടപ്പായി. സാധാരണ സംഭവിക്കാറുള്ളത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്തുണ്ടായാലും ലേശം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയാറുണ്ട് കപ്പ്യാർ. പക്ഷെ ഒന്നും പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞു, അത്രമാത്രം. കുട്ടപ്പായി പോയിരുന്നോ കളി കാണാൻ? ഞാൻ പോയില്ല. പക്ഷെ പോയവരിൽ ചിലർ പറഞ്ഞു. അങ്ങനെ കള്ളം പറയുന്നവരൊന്നും അല്ല പറഞ്ഞത്. നീ പിണങ്ങല്ലേ. അവിടെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അവിടെ തന്നെ തീരേണ്ടതാണ്, അല്ലേ? അറിയില്ല, കുട്ടപ്പായിക്കല്ലേ അറിയൂ. അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ നമ്മുടെ ഗംഗാരേട്ടൻ കയറി ഇടപെട്ടു. ഗംഗാരേട്ടൻ ആരെയൊക്കെയോ തല്ലി. സംഗതി കുഴപ്പമായി. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഇത്രയും വലിയ കുഴപ്പമുണ്ടായിട്ട് ബേബി ചേച്ചി പ്രകാശേട്ടനെ അറിയിക്കാതിരുന്നത് എന്താ? പ്രകാശേട്ടനെ അറിഞ്ഞിരുന്നെങ്കിൽ ഫാദറുമായി ചേർന്ന് ഇടപെട്ടേനെ. ഓ, ആരോടും ഒരു അക്ഷരം മിണ്ടരുതെന്നാ ഗംഗാരേട്ടൻ പറഞ്ഞത്. പേടിച്ച് ഞാൻ ആരോടും മിണ്ടിയില്ല. ശരിക്കും എന്താ ഉണ്ടായത്? അത് ബേബി ചേച്ചിയോട് പറഞ്ഞോ? ചന്ത മൈതാനത്ത് ഫുട്ബോൾ മത്സരം നടന്നു. അവിടെ വെച്ച് തല്ലുണ്ടായി. ചിലപ്പോൾ തിരിച്ചു തല്ലാൻ ആള് വരും എന്നൊക്കെ പറഞ്ഞു. പ്രശ്നം ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഇപ്പൊ കള്ളൂടിയൊന്നും ഇല്ലല്ലോ? ഇല്ല. അതുകൊണ്ട് അത്തരം പ്രശ്നമൊന്നും ആവില്ല. അയ്യോ, ഇപ്പൊ വലിയ മാറ്റമല്ലേ സ്വഭാവത്തിന്? ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ദേഷ്യമാ. ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ. ഇന്നലെ രാത്രിക്ക് ശേഷം ഇതുവരെ പുറത്തൊന്നും ഇറങ്ങിയില്ല. രാത്രി കൊടുവാളുമൊക്കെ എടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി ബാങ്കിൽ പോയി. അനാമികെ ഒരു മടക്ക് പിച്ചാത്തി മടിയിൽ വെച്ചോണ്ടാ പോയത്. ഒരു സമാധാനവും ഇല്ല എനിക്ക്. ചേച്ചി സമാധാനിക്കേ, ഒന്നും ഉണ്ടാവില്ല. ഗംഗാരേട്ടനെ ഒന്ന് കാണാൻ നോക്കട്ടെ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും ചേച്ചി വീട്ടിലോട്ട് പോയിക്കോ. ശരി. കുട്ടപ്പായി, സകല കാര്യങ്ങൾ നിനക്കറിയാം. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്താ ഉണ്ടായത്? വള്ളി പുള്ളി വിടാതെ പറഞ്ഞോണം. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ മേലധികാരത്തിൽ ബോധിപ്പിച്ചു. അവിടെയും തീരെ തൃപ്തി വന്ന മട്ടില്ല. പിന്നെ നേരിട്ട് തന്നെ ചോദിക്കാം. ഗംഗാരേട്ടനും മാമനും വരുന്നുണ്ട്. வணக்கம் அம்மா. குட்டப்பாய், உன்னை நேற்று பார்க்கவே இல்லையே. ഗംഗാധരാ, இந்த பக்கம் இருக்கலாமே. ഞാൻ ഈ അരമതിലിരുന്നോളാം. മുഖപുരയില്ലാതെ ചോദിക്കട്ടെ, ഗംഗാരേട്ടൻ ഇന്നലെ ചന്ത മൈതാനത്ത് പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാ?
എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഗംഗാരേട്ടാ, ഞാനല്ല ഇതൊന്നും പറഞ്ഞത്. கங்காதரன் ஒரு பிரச்சனையும் பண்ணவில்லையே, அப்படிப்பட்ட ஆள் கிடையாதவர். അല്ല കൗണ്ടറെ, പറയാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കിയില്ല. പ്രശ്നം കണ്ടാൽ വെറുതെ നിൽക്കുകയുമില്ല. ഗംഗാരേട്ടാ, കാര്യം അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാ. ഇവിടെയൊക്കെ പലതും കേൾക്കുന്നു. അത് പറയുമ്പോൾ അനിച്ചേച്ചി എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ ഇന്നലെ മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. நான் சொல்லுகிறேன், நான் அங்கே இருந்தேன் முழு நேரமும். கங்காதரன் ஒரு தப்பும் செய்யவில்லை. நீங்கள் தெரிந்தது முழுவதும் சரியாக இருக்கணுമെന്നില്ലേ? കൗണ്ടറെ, തെറ്റും ശരിയും ഒന്നുമില്ല ഇതിൽ. ഞാൻ ഉണ്ടാക്കിയതാണ് പ്രശ്നമെങ്കിൽ ഞാൻ തന്നെ പരിഹരിക്കുകയും ചെയ്യും. അങ്ങനെയല്ലല്ലോ ഗംഗാരേട്ടാ വേണ്ടത്. ആരൊക്കെയോ ഗംഗാരേട്ടനെ ആക്രമിക്കും എന്ന് പേടിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ആദി? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗംഗാരേട്ടൻ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഒരുത്തനും തൊടില്ല ഗംഗാരേട്ടനെ. விஷயத்தை நான் சொல்லுகிறேன். ஃபுட்பால் விளையாட்டு நடக்கும்போது நல்ல விளையாடின டீமுக்காக நானும் சப்போர்ட் செய்தேன், ആർപ്പ് വിളിത്തേൻ. ഞാൻ നോക്കുമ്പോൾ കൗണ്ടറെ കുറച്ചു പേർ ചേർന്ന് പിടിച്ചു വലിക്കുന്നു. ഞാനൊന്നും നോക്കിയില്ല, അവന്മാരെ തല്ലി ഓടിച്ചു. അവന്മാരവിടുത്തെ ഗുണ്ടകളാണെന്ന് പറയുന്നു. എന്തിനാണ് കൗണ്ടറെ അവന്മാർ പിടിച്ചു വെച്ചത്? മാമനെ തൊട്ടവന്മാരെ വച്ചേക്കരുത് ഗംഗാരേട്ടാ. தோத்துப்போன டீமில் ஆளுங்க என்னை தாக்குறதுக்காக வந்தாங்க. ஆனால் கங்காதரன் ஒத்தையா அவங்கள ஓட்டினார். ഞാൻ പണിക്കര് സാറിൻ്റെ ശിഷ്യനാ. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇത് ഞാൻ തന്നെ തീർത്തോളാം. വേണ്ടി വന്ന കുട്ടപ്പായി നിന്നെയും കൂട്ടാം. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, M ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.